ശരത്തേട്ടൻ ഇതാണ് പറഞ്ഞത്, കൊള്ളാം, നല്ല ഡ്രസ്സ്, നിങ്ങൾക്കില്ലാത്തത് ഈ ഡ്രസ്സിനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഡീസൻസി, വൃത്തികെട്ടവൻ. ചേച്ചി ഈ ടൈമിലാണ് ചേച്ചിയുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടെ ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതൊരു കുറച്ചുകൂടെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? എനിക്ക് തന്നെ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴുണ്ടല്ലോ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷേ അത് നമുക്കൊരു രസമാണ്. അത് നമുക്കതൊരു പുതുമ തോന്നുന്നുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചൂസ് ചെയ്യേണ്ടത്? ഞാൻ ചൂസ് ചെയ്യുന്ന കംഫർട്ടാണ്, എന്റെ കംഫർട്ട്. അതിപ്പോ സാരി ആയാലും ജീൻസും ടോപ്പ് ആയാലും ഷോർട്സ് ആയാലും എന്തായാലും എനിക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നത് ഞാൻ ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് സ്ലീവ്ലെസ് കംഫർട്ട് അല്ല, ബിക്കോസ് സ്ലീവ്ലെസ് ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്റെ കൈക്ക് കുറച്ച് വണ്ണ കൂടുതലാണ്, അത് സ്ലീവ്ലെസ് ഇട്ടാൽ ചേരില്ല. അത് ഗ്ലാമറിനെക്കാട്ടിലും ചിലപ്പോൾ വൾഗാരിറ്റി തരും. അതുകൊണ്ടാണല്ലോ ഞാൻ തോർത്ത് വേണമെന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഞാൻ ചില ആൾക്കാർക്ക് അറിയില്ല, ഞാൻ ടീച്ചർ എന്ന സിനിമയില് ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ബ്ലൗസും മുണ്ടും മാത്രമായിരുന്നു, തോർത്ത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എനിക്ക് തോർത്ത് തോന്നുന്നു, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയാണ് മെയിൻ ഞാൻ എൻ്റെ വണ്ണം കുറച്ചത്. എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ പരമാത്മാവാണെന്ന് പറയാം. എൻ്റെ ഭയങ്കരമായി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് ആൾക്കാർ എൻ്റെ സൈഡിലെ ലൈഫ് എന്ന് എഴുതുമ്പോൾ അതെ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലാണ് ലക്ഷ്മി മനീഷ്. പലർക്കും അറിയാം ഇപ്പോൾ ലക്ഷ്മിയെ. അപ്പോൾ ലക്ഷ്മിയാണ് എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഡ്രസ്സ് മാറ്റാനായിട്ട് എൻ്റെ മോള് സ്റ്റൈലിസ്റ്റാണ്, ഐ മീൻ പഠിക്കുകയാണ് ഫ്ലോറൻസില് ഫാഷൻ സ്റ്റൈലിങ്. അവളും കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എങ്കിലും അവളുടെ സ്റ്റൈല് നമുക്ക് പറ്റത്തില്ല. അവളുടെ സ്റ്റൈലിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട്. ചേച്ചി അവളുടെ പക്ഷത്തല്ലേ? ഞാൻ അവളുടെ പക്ഷത്താണ്. പക്ഷെ ആ സ്റ്റൈല് ചേച്ചിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, പക്ഷെ അവള് മോഡേൺ ആണ്, അവൾ അതാ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ, ഇപ്പോഴത്തെ ജനറേഷന്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അത്. പക്ഷെ അവരുടെ കയറിന്റെ അറ്റം നമ്മുടെ കയ്യിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചോദിക്കണം, അത് കൊച്ചിന്റെ അടുത്ത് ചോദിക്കണം, കയറിന്റെ അറ്റം വേണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു നല്ല കുഞ്ഞാണ്. കാരണം വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെ ലവബിൾ ആണ്, ഭയങ്കര. അത് ചെറുപ്പത്തിലേ മുതലേ അത്. കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു 10 വയസ്സ് വരെ, ഞാനൊരു 2 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഷൂട്ടിന് പോയി തുടങ്ങിയതാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷൂട്ടിന് പോയിട്ട്. അത് പിന്നെ അവൾക്ക് യൂസ്ഡ് ആയിട്ടായിരിക്കണം അവള് എന്നെ കാണണമെന്ന് പറഞ്ഞ് കരയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അവള് ചെയ്തിട്ടില്ല. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ വൈകുന്നേരം വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര ചങ്കുവേദനയാണ് കേട്ടോ. നോക്കി വന്ന് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ചാട്ടമുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ഫീലാ. അപ്പം പിന്നെ എന്റെ അടുത്തുനിന്ന് ഇറങ്ങില്ല. ഞാൻ സത്യം പറഞ്ഞ അവളെ വച്ചാ ഞാൻ കുളിക്കുന്നത്. ആ ചെറുപ്പത്തില് അവളെ വെക്കും, കാരണം ബാത്റൂം കുറച്ചൊരു സൈഡില് ഒരു മറ്റേ ഇതിൽ ഇരുത്തിയിട്ട് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് അതുവരെ അവള് വളരെയധികം മനസ്സിലാക്കിയ ഒരു കുഞ്ഞാണ്. ആ ഒരു മനസ്സിലാക്കൽ അവള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും അവള് ഫോൺ ചെയ്തൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ കയ്യില് പൈസ ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് അവൾ അവളുടെ ആവശ്യങ്ങൾ പറയുള്ളൂ. അമ്മ എനിക്ക് ഇത്രയും കാശ് വേണം, അമ്മയുടെ കാശുണ്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം അവൾ വളരെ ക്ലിയർ ആണ്, വളർത്താൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള. പിന്നെ അവളുടെ ഫാഷൻ സെൻസ് എന്ന് പറയുന്നത്, അവള് പഠിക്കുന്നത് യൂറോപ്പിലാണ്, ഫാഷൻ സ്റ്റൈലിങ്ങിന്റെ ഒരു രാജ്യത്താണ് അവൾ പഠിക്കുന്നത്. ഇറ്റലി പോലുള്ള ബ്രാൻഡുകളുടെ രാജ്യമാണ്. അവിടുത്തെ രീതിയും അവൾ പഠിക്കുന്ന സ്റ്റൈലും ഒക്കെ വേറെയാണ്. അവൾ അവിടെ യൂസ് ചെയ്യുന്നത്, അവൾ അവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു സ്വഭാവത്തിന്റെ, സുജിത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ 4 ഇരട്ടിയാണ് അവളുടെ സ്വഭാവം. ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ഒരു സ്വഭാവമാണ് അവളുടേത്. കുറച്ചൊക്കെ പിന്നെ ഞാൻ സുജിത്തിന് കുറച്ചൊക്കെ ഞാൻ വേണ്ട കേരളത്തിലാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവള് അത് മൈൻഡ് ചെയ്യില്ല. അങ്ങനെ മതിയെന്ന് വിചാരിക്കും. അമ്മയല്ലേ എനിക്ക് തിന്നാൻ തരുന്നേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അച്ഛനല്ലേ പഠിപ്പിക്കുന്നത്, അവരല്ലല്ലോ എന്ന് ചോദിക്കും. ചേച്ചി സന്തോഷത്തിന്റെ കാര്യം പറയുമ്പോൾ സുജിത്ത് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും നിങ്ങൾക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് വീണയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വീണ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സുജിത്തിനോട് ചോദിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് എന്ന് ചോദിക്കുമ്പോൾ സുജിത്ത് പറയുന്നുണ്ട്, ഒരുമിച്ച് നിൽക്കേണ്ടതാ, പക്ഷെ ഏതാ വലുതെന്ന് വെച്ചാൽ സന്തോഷം കൂടെ വേണ്ടേ, അപ്പോൾ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കണേന്ന് പറഞ്ഞു. ആ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സൗഹൃദപരമായി തന്നെ
പറഞ്ഞു പിരിയാൻ പറ്റുമോ? നമ്മൾ ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സിനിമയിൽ, സൗഹൃദപരമായി നമ്മൾ പറഞ്ഞു പിരിയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നിട്ടാണ് നമ്മൾ രണ്ട് സ്പേസിലേക്ക് നിൽക്കുന്നത്. എന്തായിരുന്നു ആ സാഹചര്യം? എന്തായിരുന്നു? ഇല്ല, അത് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത് പല ഇൻ്റർവ്യൂസിലും ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും. ഈ ഇടയ്ക്കും ഞാനൊരു ഇൻ്റർവ്യൂവിൽ സുജിത്തിനോട് ചോദിച്ചൊരു ചോദ്യം വളരെ ബാലിശമായിട്ട് തോന്നി. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു സെലിബ്രിറ്റി എന്നതിലപ്പുറത്ത് അല്ലെങ്കിൽ സുജിത്ത് ഒരു സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ചോദിക്കുമ്പോൾ, ആ ഇരിക്കുന്നവരും മനുഷ്യരാണ്, അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും സങ്കടങ്ങളുണ്ട്, അവരും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒന്ന് മനസ്സിലാക്കിയിട്ടോ ആ ചിന്തയിലോ വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇത് അങ്ങനെയില്ലാത്ത ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എന്താണ് ഇൻ്റർവ്യൂസ് കൊടുക്കാത്തതെന്ന്. ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് മെയിൻലി സുഹൃത്തിൻ്റെ, എനിക്കറിയില്ല, മെയിൻലി ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചാണ്. എനിക്കും എൻ്റേതായ പേഴ്സണൽ ലൈഫ് വേണ്ടേ, എനിക്കും എൻ്റേതായ ഒരു മീൻസ് സെലിബ്രിറ്റിയാണ്, സമ്മതിച്ചു, സെലിബ്രിറ്റിയാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫ് നാട്ടുകാരുടെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് നാട്ടുകാരുടെ അല്ല, എൻ്റെ മാത്രമാണ്. സോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിട്ട് വെറുതെ ആൾക്കാർക്ക് അമ്മാനമാടാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. അതിന് പ്രത്യേകിച്ച് സാഹചര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് മനുഷ്യരാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് സ്വഭാവമുള്ള ആൾക്കാരാണ്. എനിക്ക് പ്രശ്നമില്ല, സുജിത്തിന് പ്രശ്നമില്ല, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, സുജിത്തിൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. ബിക്കോസ് ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്ട്സിലിരിക്കുന്ന ഫാമിലീസാണ്. മിനിഞ്ഞാന്നും കൂടി അമ്മ വിളിച്ചിരുന്നു. ഞാൻ ഇവിടെ കൊച്ചിയിൽ അച്ഛനും അമ്മയും വന്നപ്പോൾ സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഞാൻ അച്ഛനെയും അമ്മയും കണ്ട് മടങ്ങിയ ആളാണ്. സുജിത്തിനെ ഞാൻ വിളിക്കാറുണ്ട്, സുജിത്ത് എന്നെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് പിരിയാൻ പറ്റിയെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അടിച്ചു പിരിയുന്നതിൽ എത്രയോ വലുതാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വരുമായിരിക്കും, പാചകം അടിക്കാൻ എളുപ്പമാണ്, പാചകം അടിക്കാൻ എളുപ്പമാണ്, വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ, ജീവിതം മുന്നോട്ട് പോകണം. ഇത് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ എന്താ പറയാ സമ്പാദിക്കണം എന്നുള്ള ബോധം എനിക്ക് വേണം. എങ്കിൽ നമ്മൾ അത് കളഞ്ഞിട്ട് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോയാൽ നമ്മൾ ജീവിക്കുന്നില്ലേ? നമ്മളത് മറന്ന്, ഓർമ്മയിലുണ്ടാവും മനസ്സിൽ, പക്ഷെ നമ്മൾ അത് മറന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കാതിരിക്കുന്നില്ലേ, നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നില്ലേ, നമ്മളൊരു കല്യാണത്തിന് പോകുന്നില്ലേ, പാർട്ടിക്ക് പോകുന്നില്ലേ? അതുപോലുള്ളൂ. മരണവും മറക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പാസ്റ്റുകൾ മറക്കുക. പക്ഷെ മനസ്സിലുണ്ടാവണം, ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം നമ്മുടെ മോളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കുട്ടിയാണ് ഞങ്ങളുടെ മോള്. എൻ്റെ മോളല്ല, ഞങ്ങളുടെ മോള്. സോ ഞാനും സുജിത്തും സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. പ്രൊഫഷണലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. വലുതായിട്ടല്ലെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ വിളിച്ച്, ഞാൻ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട്, നീ അത് ശ്രദ്ധിക്കണം, അത് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയും, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യും, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും ഒക്കെ ചെയ്യുന്ന നല്ല രണ്ട് വ്യക്തികളാണ് ഞങ്ങളിപ്പോൾ, രണ്ട് സുഹൃത്തുക്കളാണ്.